ഒരു ഗ്രാമത്തിലെ ഒരു ജ്യേഷ്ഠനും അനിയനും സന്തോഷമായിട്ട് ജീവിച്ചു പോരുന്ന അച്ഛൻ്റെ കൂടെ കേട്ടോ, ആകസ്മികമായി കൊണ്ട് അച്ഛന് പെട്ടെന്ന് മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ മരണത്തിന് ശേഷം ജ്യേഷ്ഠനും അനിയനും വീണ്ടും സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു. പക്ഷേ സ്വന്തം കുടുംബങ്ങളെ സുരക്ഷിതമാക്കേണ്ടതുള്ളത് കൊണ്ട് അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ വീതിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തീരുമാനിച്ചു. ആ സമയത്താണ് സ്വത്ത് വീതിക്കുന്ന സമയത്ത് രണ്ടുപേരും തീരുമാനിച്ചു സ്വത്തുക്കളെ ഒരു എന്താ പറയുക, ഒരു നദി അതല്ലെങ്കിൽ ഒരു അരുവിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്വത്തുക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അരുവിയുടെ അപ്പുറത്ത് അക്കരെ എന്ന് പറയുന്നത് ചേട്ടനും ഇക്കരെ എന്ന് പറയുന്നത് അനിയനും കൊടുത്തു. അങ്ങനെ ഇവർ വീതിച്ച് സന്തോഷമായിട്ട് കൊണ്ട് വീണ്ടും കൃഷി ചെയ്തു മറ്റുള്ള പണികളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ കുടുംബം സന്തോഷമായി ജീവിച്ചു പോരുന്ന സമയത്ത് ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കിനെ തുടർന്ന് അത് വലിയൊരു സംഭവമായിക്കൊണ്ട് മറക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആയിക്കൊണ്ട് അവർക്ക് വേർപിരിയേണ്ടി വന്നു. അങ്ങനെ അവർ ആ വിഷയം ഊതി വീർപ്പിച്ച് വലിയ വലിയ പ്രശ്നമാക്കി അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. മിണ്ടാതെയും വളരെയധികം സൈലൻ്റ് ആയിട്ട് കൊണ്ടും അവർ മിണ്ടാതെ നിന്നുകൊണ്ട് അവർ വർഷങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ്. അതിനുശേഷം ഒരിക്കലും ഈ അനിയൻ ഈ അരുവിക്കരയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നതെങ്കിലും ഒരു കാർപ്പൻ്റർ ആ വഴിക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ കാർപ്പൻ്ററോട് ചോദിച്ചു, എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ? എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് എന്നും ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം പ്രയാസം തോന്നുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു മതിൽ കെട്ടിത്തരണം ഇവിടെ എന്ന്. അങ്ങനെ കാർപ്പൻ്റർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, മതിൽ കെട്ടാൻ ഈസിയാണെന്ന്. കാർപ്പൻ്റർ പണി തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പണി തുടങ്ങി. കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അതൊരു മതിലല്ല, നല്ലൊരു പാലമായിരുന്നു എന്നുള്ളത്. നല്ലൊരു മരപ്പാലം അതിന് കുറുകെ ഈ കാർപ്പൻ്റർ പണിതിരിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ പാലം എന്ന് പറയാം നമുക്ക് വേണമെങ്കിലും. അങ്ങനെ അന്ന് വൈകിട്ട് പണി കഴിഞ്ഞ് വൈകിട്ട് ആ മരപ്പാലത്തിൻ്റെ ഇക്കരെ അനിയൻ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ജ്യേഷ്ഠൻ നിൽക്കുന്നുണ്ടായിരുന്നു. അനിയൻ ആ പാലത്തിലൂടെ കയറി, ആ സ്നേഹത്തിൻ്റെ പാലത്തിലൂടെ കയറി നടന്നുകൊണ്ട് ജ്യേഷ്ഠനെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഏട്ടാ നിങ്ങളെനിക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു, ഈ പാലമാണ് ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി എനിക്ക് നിങ്ങളെ മിസ്സാവാൻ പറ്റില്ല, എനിക്ക് സഹിക്കുന്നില്ല എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയാം. മോനെ, ഞാൻ നിന്നെ എന്നും എൻ്റെ ജനാലയിലൂടെ എൻ്റെ ജനൽപ്പാഴിയിലൂടെ ഞാൻ നിന്നെ നോക്കാറുണ്ടായിരുന്നു, ഞാൻ നിന്നെ എന്നും കാണാറുമുണ്ടായിരുന്നു, നിന്റെ ആരോഗ്യം ശരിയാണ്, നീ പുറത്തിറങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ മനസ്സിന് സമാധാനിച്ചുകൊണ്ടിരിക്കുന്ന ഞാനായിരുന്നു, എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാർപ്പൻ്ററെ പോലെ ആരെങ്കിലും മിഡിലായിട്ട് ആരെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഒരു പാലം പണിയാൻ ഒരാളുണ്ടാകുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുമല്ലെങ്കിൽ സ്വന്തം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാലത്തിന് അക്കരയ്ക്ക് നിൽക്കുന്നവർ പാലത്തിൻ്റെ അക്കരെ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും അത് തന്നെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഹ്രസ്വമായ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സന്തോഷത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും നല്ലത് മാത്രം, നല്ലത് വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. നമസ്കാരം. താങ്ക് യു.